വികസനം എവിടെയെന്ന എതിരാളികളുടെ ചോദ്യങ്ങൾക്ക് രേഖാമൂലം മറുപടി നൽകി കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ. 5 വർഷം മണ്ഡലത്തിൽ നടത്തിയ വികസന രേഖകൾ പുസ്തക രൂപത്തിൽ പുറത്തിറക്കി. വികസന തുടർച്ചയ്ക്ക് എന്ന പേരിലുള്ള വികസന രേഖ CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് BB ബിനുവിനു നൽകി. മന്ത്രി VN വാസവൻ പ്രകാശനം ചെയ്തു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ 4100 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് MP എന്ന നിലയിൽ തോമസ് ചാഴിക്കാടൻ ചുക്കാൻ പിടിച്ചു. റെയിൽവേ വികസനം 1000 കോടിയിലേക്ക് എത്തിക്കാനായി. ഗ്രാമീണ റോഡ് വികസനം മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് 35% മുന്നിലെത്തി. MP ഫണ്ട് ഉപയോഗിച്ച് 282 പദ്ധതികൾ പൂർത്തീകരിച്ചതിന്റെയും വിശദാംശങ്ങളാണ് വികസന രേഖയിലുള്ളത്. ഞാൻ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് റെയിൽവേയുടെ വികസന കാര്യത്തിൽ ഏതാണ്ട് 946 കോടി രൂപയുടെ വികസനം, അത് പാതയറ്റപ്പിക്കലിൻ്റെ കാര്യമായിരുന്നാലും സ്റ്റേഷനുകളുടെ നവീകരണമായിരുന്നാലും വിവിധ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഒക്കെ വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്നതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കേന്ദ്ര സർക്കാർ നൽകുന്ന മറ്റൊരു മേഖലയാണ് ഗ്രാമീണ റോഡുകളുടെ വികസന ഫണ്ട്. PMGSY എന്ന് പറയുന്ന പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള ഒരു സൈറ്റിൽ രാജ്യത്തെ മുഴുവൻ റോഡുകളെയും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ നിന്ന് അതാത് പ്രദേശത്തെ MP-മാർക്ക് തിരഞ്ഞെടുക്കാവുന്ന റോഡുകളുണ്ട്. അങ്ങനെ തിരഞ്ഞെടുത്ത 92 കിലോമീറ്റർ റോഡുകളാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ലഭിച്ചത്. ഒരു MP എന്ന നിലയിൽ ചാഴിക്കാടൻ A+ ആണ്. ഈ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ MP-മാരിൽ A+ കൊടുക്കാൻ കഴിയുന്ന ഏക MP ശ്രീ തോമസ് ചാഴിക്കാടനാണ്. അത് മറ്റാർക്കും അവകാശം. ചാഴിക്കാടന്റെ വികസന നേട്ടങ്ങൾ ഏതൊക്കെയെന്ന ചോദ്യം UDF NDA മുന്നണികൾ ആദ്യഘട്ടത്തിൽ ഉയർത്തിയിരുന്നു. ഇതിന് മറുപടി എന്ന നിലയിലാണ് വികസന രേഖ. കോട്ടയം പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ, ജോസ് കെ മാണി, AV റസൽ, പ്രൊഫസർ ലോപ്പസ് മാത്യു എന്നിവരും സംബന്ധിച്ചു. റിപ്പോർട്ടർ, കോട്ടയം.